ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്ററുകൾ അധ്യക്ഷൻ ശിക്ഷ കൊടുക്കുന്ന എല്ലാ PMP അംഗങ്ങളും എൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രസംഗം എന്നൊന്നും ഇതാകട്ടെ, എനിക്ക് എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതലിന് ഉണ്ടാകുന്ന മനോഭാവങ്ങൾ എന്തൊക്കെയെന്നുള്ള വിഷയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ട ഭാവം എന്തൊക്കെയെന്ന് പറയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അദ്ദേഹത്തിനായി ഞാനൊരു വാക്യം വയ്ക്കാം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. നമ്മൾ പുറമെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നാം നിൽക്കുന്ന സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഭാവങ്ങളാണ് നമ്മളുള്ളത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വഭാവം തന്നെ പറയാം. എൻ്റെ അപ്പൻ ഒരു സൗമ്യമായ ഒരു വ്യക്തിയാണ്. എൻ്റെ പപ്പ പാസ്റ്ററാണ്. ഞാൻ കണ്ടിട്ടുള്ളത് പപ്പ എല്ലാ വിഷയത്തെയും സൗമ്യമായിട്ടാണ് നേരിടുന്നത്. ഒരു പ്രശ്നം വന്നാൽ, ഇവൻ ചർച്ചിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും പപ്പ സൗമ്യമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പൊതുവെ പാസ്റ്ററിന്റെ പിള്ളേർക്കെല്ലാം ഇങ്ങനത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ വിഷമവും സങ്കടവും ഉണ്ടാകുന്ന സമയത്ത് പപ്പ സൗമ്യമായിട്ട് ആ കാര്യങ്ങളെ നേരിടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യേശുപ്പയ്ക്കും വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ഭാവം എന്തൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായി താഴ്മ. യേശു ദൈവരൂപനായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താഴ്മയുള്ളവനായി തീർന്നു. നമുക്ക് താഴ്മയ്ക്ക് ഏറ്റവും ഉത്തമമായിപ്പെടുന്ന ഒരാളായിട്ട് നമുക്ക് യേശുവിനെ കാണാം. മനുഷ്യന്റെ പാപത്തിനായി ക്രൂശിൽ മരിച്ചു. തന്റെ താഴ്മ ഏറ്റവും ലെവലിലായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് യേശു. രണ്ടാമതായി ത്യാഗം. സ്വന്തം മഹത്വവും തേജസ്സും നമുക്ക് വേണ്ടി ത്യജിച്ചു. സ്വന്തമായി ഉള്ളതെല്ലാം നമുക്ക് വേണ്ടി തന്നു. അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റി തന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. മൂന്നാമതായി അനുസരണം. നമ്മൾ ആരിലും ഇല്ലാത്തൊരു സ്വഭാവമാണ് അനുസരണം. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ മടിക്കുന്നവരാണ് അനുസരണം. പക്ഷെ നമ്മുടെ യേശു ദൈവത്തിന്റെ ഹിതം എന്താണോ അത് പൂർണ്ണമായി അനുസരിച്ചു. മടി കൂടാതെ ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിക്കപ്പെട്ടു. അനുസരണക്കേടനായി പാപികളായി തീർന്ന മനുഷ്യവർഗത്തെ യേശുവിന്റെ അനുസരണത്തോടെ നമ്മുടെ ദൈവത്തുമായിട്ട് ചേർന്നപ്പെടാൻ ഇടയാക്കി. അവസാനത്തത് സ്നേഹം. യേശുവിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ ഭാവത്തിന്റെ ഒന്നാണ് സ്നേഹം. നമ്മളെ സ്നേഹിച്ചുകൊണ്ട് അവസാനത്തുള്ളിൽ രക്തം ഊറ്റി തന്നവനാണ് നമ്മുടെ യേശു കർത്താവ്. നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ സഭാവിശ്വാസികളെ, നമ്മൾ മുന്നിൽ വരുന്ന ഓരോ ആൾക്കാരെ നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ ഇടയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗത്തിൽ നിന്ന് വാക്കുകൾ വിരമിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന PAP ആൾക്കാരോടുള്ള എൻ്റെ നന്ദി അറിയിച്ചു.